എനിക്കിത് മൊന്തം പഴം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോമ്പ് തുടങ്ങിയതിന് ശേഷം കാബജി ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. അപ്പൊ ഇന്ന് ലുലുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് കാബജി തന്നെ ഉണ്ടാക്കാം. നല്ല സ്ലൈസ് ചെയ്ത് ഭയങ്കര ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് പഴത്തിനെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മാവ് അതിന്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. സാധാ ഉണ്ടാക്കും പോലെ തന്നെ ബാറ്റർ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. അതിനെ നല്ല എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. നല്ല തിരിച്ചു മറിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പ്രിംഗ് റോളാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ചിക്കൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് റോളാണ്. അതിനുവേണ്ടി മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് മല്ലിയില, ഇതൊക്കെ നമ്മൾ സാധാ വറുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ആ വയറ്റി കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു മുട്ട കൂടെ അതിലൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട അതിൻ്റെയോടൊപ്പം തന്നെ ചിക്കി ചേർത്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് നിരത്തി അതിലേക്ക് കുറച്ച് ഒഴിച്ചു. പിന്നെ മൈദ വെച്ചിട്ട് പൊട്ടിച്ച് റോളാക്കി എടുത്തു. എണ്ണയിൽ തിരിച്ചും മറിച്ചു വിട്ട് നല്ല മൊരിച്ച് കോരിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. സ്പ്രിംഗ് റോൾ ക്രിസ്പി എന്ന് വെച്ചാൽ പപ്പടം പൊടിയും പോലത്തെ ശബ്ദം കേൾക്കുന്നത്, അടിപൊളി. പിന്നെ ബജിയും അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിരുന്നു.